ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെയുള്ള അഭിഭാഷകന്റെ അതിക്രമത്തിൽ പ്രതിഷേധം. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ്. സംഭവിച്ചതിൽ തനിക്ക് കുറ്റബോധമില്ലെന്ന നിലപാടിലാണ് ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമിച്ച അഭിഭാഷകൻ രാകേഷ് കിഷോർ. ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ ഷൂസ് എറിയാൻ ശ്രമിച്ചതിൽ സമരം ശക്തമാക്കിയിരിക്കുകയാണ് അഭിഭാഷക സംഘടനകൾ. ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഗേറ്റിന് മുന്നിൽ, സി ഗേറ്റിന് മുന്നിലാണ് ഈ സമരം സംഘടിപ്പിച്ചിരുന്നത്. ഇവർ അഭിഭാഷകർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ജസ്റ്റിസ് ബി ആർ ഗവായി കേസ് എടുക്കണ്ട എന്ന നിലപാടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ക്രിമിനൽ നടപടികളൊന്നും ഈ ചെരുപ്പ് എറിയാൻ ശ്രമിച്ച ആൾക്കെതിരെ എടുക്കണ്ട എന്നുള്ളത് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ സൗമനസ്യവും അദ്ദേഹത്തിന്റെ ലാളിത്യവും അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലുമാണ്. പക്ഷേ ആ തരത്തിലല്ല ഇതിനെ കാണേണ്ടത്. കാര്യം ഇത് ജുഡീഷ്യറിക്ക് എതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇനി ഈ തരത്തിലുള്ള ഒരു ക്ഷമിക്കാവുന്ന കുറ്റമല്ല ജുഡീഷ്യറിക്കെതിരെ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ബി ആർ ഗവായ് എന്ന് പറയുന്ന ഒരു ജഡ്ജിന് നേരെയുള്ള ആക്രമണമായിട്ടല്ല, ഇത് ഇന്ത്യൻ ജുഡീഷ്യറിക്കെതിരെയുള്ള ആക്രമണമാണ്. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരെയുള്ള ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം അക്രമങ്ങൾക്ക് മുതിരുന്ന ആളുകൾ ചോദ്യം ചെയ്യുന്നത്, അവർ വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയും ഭരണഘടനയുമാണ്. അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. ക്രിമിനൽ ആയിട്ടുള്ള FIR രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും അതോടൊപ്പം തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് പ്രകാരമുള്ള നടപടികളും ഇത്തരത്തിലുള്ള സോക്കോൾഡ് ലോയർക്കെതിരെ എടുക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ഒരു അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഈ നേരിട്ടുള്ള അതിക്രമം ഇപ്പോഴാണെങ്കിൽ പോലും നേരത്തെ അഭിഭാഷകർ അടക്കം അദ്ദേഹത്തിന്റെ പരാമർശം പിൻവലിക്കണം എന്ന തരത്തിൽ അദ്ദേഹത്തിനൊരു കത്ത് നൽകിയിരുന്നു. പക്ഷെ അദ്ദേഹം കോടതി മുറിയിൽ നടത്തിയ പരാമർശം ഒരു തരത്തിലും ഒരു മതത്തെയും ഒരു ഉപദ്രവിക്കുന്ന തരത്തിലായിരുന്നില്ല. മാത്രമല്ല, താൻ എല്ലാ മതത്തെയും ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ഷൂ ചെയ്യാനുള്ള ശ്രമം നടത്തുകയും പേപ്പർ വലിച്ചെറിയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പാടില്ല. ഇത് വ്യക്തിപരമായി കാണേണ്ട ഒരു വിഷയമല്ല, മറിച്ച് ജുഡീഷ്യറിക്ക് എതിരെ ഒരു ഫാസിസ്റ്റ് മൂവ്മെന്റുകൾ നടത്തുന്ന ഒരു ആക്രമണങ്ങളുടെ ഒരു പതിപ്പ് മാത്രമാണ് പരമോന്നത കോടതിയിൽ അരങ്ങേറിയത്. അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഈ അഭിഭാഷകർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്.